നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ പാക്കേജ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ സ്വകാര്യ ബസ് സമരമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. കേരള കാർഷിക സർവകലാശാല ഓണച്ചന്ത 2026 പച്ചക്കറി കൃഷിക്കായുള്ള മഴമറയുടെ ഉദ്ഘാടനം കണ്ണാറയിൽ നടന്നു. ദേശീയ പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് അഭിമാന നേട്ടം. 7 മെഡലുകളുമായി തിളങ്ങി യുവതാരങ്ങൾ. ഗോവധ നിരോധനവും നിയന്ത്രണങ്ങളും കർശനമാക്കിയതോടെ തൃശൂരിലെ വിപണിയിൽ ബീഫ് ക്ഷാമം. വാർത്തകൾ വിശദമായി. KSRTCയിലെ സൗജന്യ യാത്ര 19-ാം തീയതിയിലെ ബജറ്റ് പ്രഖ്യാപനത്തിൽ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ പാക്കേജില്ലെങ്കിൽ സ്വകാര്യ ബസ് സമരമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. സമരത്തിന്റെ തീയതി ബസ് സംഘടനകൾ ആലോചിച്ച് തീരുമാനിക്കും. തൃശൂരിൽ ചേർന്ന സംഘടനാ സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. തങ്ങളുടെ ആശങ്ക നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. 5000 കോടി രൂപ മുതൽ മുടക്കുള്ള വ്യവസായമാണ്. സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ നയമെന്ന് പറയുന്നു. വിദ്യാർത്ഥികളുടെ കൺസെഷൻ വർദ്ധിപ്പിക്കണം. ഈ ആവശ്യം ഇനിയും സർക്കാർ പരിഗണിച്ചിട്ടില്ല. തങ്ങളുടെ യാത്രക്കാർ മറ്റു ബസ്സുകളിൽ കയറിയാൽ തങ്ങൾക്ക് നിലനിൽക്കാനാകില്ല. ബജറ്റിനായി കാത്തിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. 12,600 കോടി രൂപ ആണ് സർക്കാർ KSRTCക്ക് വേണ്ടി ചെലവാക്കിയത്. നിയമസഭയിലെ ബഡ്ജറ്റ് പ്രസംഗ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞതാണ്. അത് കണക്ക് നോക്കുമ്പോൾ ഈ ഇത്രയും 3500 KSRTC ബസ് ഓടാൻ 12,500 കോടി രൂപ കൊടുക്കണമെങ്കിൽ ഒരു ബസ് ഓടാൻ 12,000 13,000 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടാണ് KSRTC ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം കൊടുത്തിട്ടാണ് KSRTC സർവീസ് നടത്തുന്നത്. ആ KSRTC ആണ് ഇപ്പോൾ നമ്മുടെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് നടപടിയുമായിട്ട് ഗവൺമെൻറ് വരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾ ആദ്യം നിങ്ങളോട് അവതരിപ്പിക്കുന്നത്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 50 ലക്ഷം രൂപ മുതലാക്കിയ വാഹനം ഞങ്ങൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഭീമമായ പലിശയ്ക്ക് കടം വാങ്ങി ഞങ്ങൾ ബസ് റോഡിലിറക്കിയവരാണ്. സംരംഭകർ എന്ന നിലയിൽ ഒരു വ്യവസായം നടത്താൻ, ഒരു തൊഴിൽ നടത്താൻ ഞങ്ങൾ ഇറങ്ങി തിരിച്ചവരാണ്. ഞങ്ങൾ നാളെ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളോട് ഇതൊക്കെ നിർത്തി പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ എവിടേക്ക് പോകും എന്നുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ ആകെ ഒരു പ്രതീക്ഷ ഈ 19-ാം തീയതിയുള്ള ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി ആയിട്ടുള്ള ശ്രീ സതീശൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. 19-ാം തീയതിക്കുള്ളിൽ സ്വകാര്യ ബസ്സുകൾ സംരക്ഷിക്കാൻ ഞങ്ങളൊരു പാക്കേജാണ്. ഞങ്ങളിപ്പോൾ ഒരു വ്യവസായം ഒരു സർക്കാർ ജനങ്ങൾക്ക് ജനക്ഷേമകരമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്താൻ ഒരു സർക്കാർ തീരുമാനിച്ച് അവർക്ക് സൗജന്യം കൊടുക്കാൻ പറയുമ്പോൾ ബസ് ഉടമകൾ സമരത്തിന് പോകണമെന്നുള്ള ഒരു വാക്ക് ചർച്ചയൊക്കെ ഞങ്ങളുടെ ഇടയിൽ വരാനിടയുണ്ട്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, സർക്കാർ ജനക്ഷേമകരമായിട്ടുള്ള ഒരു പ്രവർത്തനം പ്രഖ്യാപിക്കുമ്പോൾ വലിയൊരു വ്യവസായത്തെ തകർത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾക്ക് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. കേരള കാർഷിക സർവകലാശാല ഓണച്ചന്ത 2026 പച്ചക്കറി കൃഷിക്കായുള്ള മഴമറയുടെ ഉദ്ഘാടനം കണ്ണാറയിൽ നടന്നു. വരാനിരിക്കുന്ന ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് വിഷരഹിതവും ഗുണമേന്മയുള്ളതുമായ പച്ചക്കറികൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള കാർഷിക സർവകലാശാലയുടെ ഓണച്ചന്ത 2026 ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ പ്രത്യേക മഴമറ പദ്ധതിക്ക് കണ്ണാറയിൽ തുടക്കമാകുന്നു. കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു. വെള്ളാനിക്കര കാർഷിക കോളേജ് ഡീൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. കേരള കാർഷിക സർവകലാശാല വിജ്ഞാന വ്യാപന വിഭാഗം ഡയറക്ടർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാലവർഷക്കെടുതികളിൽ നിന്ന് പച്ചക്കറി വിളകളെ സംരക്ഷിച്ച് കൃത്യമായ അളവിൽ ഗുണമേന്മയുള്ള വിളവ് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് ആധുനിക രീതിയിലുള്ള മഴമറകൾ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓണച്ചന്ത ലക്ഷ്യമിട്ടുള്ള സുസ്ഥിര പച്ചക്കറി വിതരണത്തിന് ഈ പദ്ധതി വലിയ തോതിൽ സഹായകരമാകുമെന്ന് കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ ഗവാസ് രാഗേഷ് അറിയിച്ചു. കാർഷിക സർവകലാശാലയിലെ പ്രമുഖ ശാസ്ത്രജ്ഞരും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ദേശീയ പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് അഭിമാന നേട്ടം. 7 മെഡലുകളുമായി തിളങ്ങി യുവതാരങ്ങൾ. 26ാമത് ജൂനിയർ ആൻഡ് സബ് ജൂനിയർ നാഷണൽ പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് 2026 ജൂൺ 8 മുതൽ 10 വരെ ബാംഗ്ലൂരിലെ സ്വിം അക്കാദമിയിൽ നടന്നു. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 100 കണക്കിന് പാരാ കായിക താരങ്ങൾ പങ്കെടുത്ത കായികമേളയിൽ ദേശീയ
മേളയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച യുവതാരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച് 4 ഗോൾഡും 3 വെങ്കലവും സ്വന്തമാക്കി സംസ്ഥാനത്തിന് അഭിമാന നേട്ടം സമ്മാനിച്ചു. കേരള സംഘത്തിലെ താരങ്ങളായ കുമാരി ഹരീന ഡി 3 സ്വർണ്ണ മെഡലുകൾ നേടി മത്സരത്തിലെ ശ്രദ്ധാകേന്ദ്രമായി. 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക്, 50 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് ഇനങ്ങളിലായിരുന്നു ഹരീനയുടെ സ്വർണ്ണ വിജയം. കുമാരി ആൻ മൂക്കൻ 200 മീറ്റർ ഫ്രീ സ്റ്റൈലിലും 100 മീറ്റർ ബാക്ക് സ്ട്രോക്കിലും വെങ്കല മെഡലുകൾ നേടി. മാസ്റ്റർ വഗീഷ് പി 50 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിൽ സ്വർണവും 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിൽ വെങ്കല മെഡലും നേടി. മാസ്റ്റർ അർജുൻ ഉൾപ്പെട്ട കേരള സംഘം ദേശീയ തലത്തിൽ മികച്ച മത്സരശേഷി പ്രകടിപ്പിച്ചു. ദേശീയ തലത്തിൽ നടന്ന ശക്തമായ മത്സരങ്ങൾക്കിടയിലും ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൈമുതലാക്കി താരങ്ങൾ നേടിയ വിജയം കേരളത്തിലെ പാരാ കായിക മേഖലയ്ക്ക് വലിയ പ്രചോദനമായി മാറുകയാണ്. തങ്ങളുടെ നേട്ടത്തിന് പിന്നിൽ കൃത്യമായ പരിശീലനവും മികച്ച സംഘാടനവും പ്രധാന ഘടകമായെന്ന് അവർ പറഞ്ഞു. സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറന്റ്ലി ഏബിൾഡ് തൃശൂർ പ്രസിഡന്റും ദർശന സർവീസ് സൊസൈറ്റി സ്ഥാപക ഡയറക്ടറുമായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMIയുടെ നേതൃത്വത്തിലായിരുന്നു കേരള സംഘത്തിന്റെ തയ്യാറെടുപ്പുകളും യാത്രാ ക്രമീകരണങ്ങളും മത്സര പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നടന്നത്. മത്സരത്തിന് മുന്നോടിയായി നടത്തിയ പരിശീലന ക്യാമ്പുകളും മാർഗനിർദ്ദേശങ്ങളും താരങ്ങളുടെ പ്രകടനത്തിൽ നിർണായകമായി. ചാമ്പ്യൻഷിപ്പിനിടെ ദർശന സർവീസ് സൊസൈറ്റി കോർഡിനേറ്റർ ജിജോ ടീമിനൊപ്പം സന്നിഹിതനായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി താരങ്ങൾക്കാവശ്യമായ പിന്തുണ ഉറപ്പാക്കി. ഭിന്നശേഷിയെ അതിജീവിച്ച് കായികരംഗത്ത് പുതിയ ഉയരങ്ങൾ കീഴടക്കുന്ന ഈ യുവതാരങ്ങളുടെ നേട്ടം സമൂഹത്തിന് വലിയ സന്ദേശമാണ് നൽകുന്നത്. കായിക മികവും ആത്മവിശ്വാസവും ഒരുമിച്ചാൽ പരിമിതികൾ വിജയത്തിന് തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് കേരളത്തിന്റെ ഈ അഭിമാന താരങ്ങൾ. ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് അഭിമാനകരമായ നേട്ടം സമ്മാനിച്ച താരങ്ങളെയും അവർക്കായി അക്ഷീണം പ്രവർത്തിച്ച പരിശീലകരെയും സംഘാടകരെയും സാമൂഹിക കായിക സംഘടനകൾ അഭിനന്ദിച്ചു. പാരാ സ്പോർട്സിൽ കേരളത്തിന്റെ ശക്തമായ സാന്നിധ്യം വീണ്ടും ദേശീയ തലത്തിൽ തെളിയിച്ച് ഈ വിജയം ഭാവിയിലെ നിരവധി താരങ്ങൾക്ക് പ്രചോദനമാകുമെന്ന പ്രതീക്ഷയിലാണ് കായിക ലോകം. ഗോവധ നിരോധനവും നിയന്ത്രണങ്ങളും കർശനമാക്കിയതോടെ തൃശൂരിലെ വിപണിയിൽ ബീഫ് ക്ഷാമം. അയൽ സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനവും നിയന്ത്രണങ്ങളും കർശനമാക്കിയതോടെയാണ് തൃശൂരിലെ വിപണിയിൽ ബീഫ് ക്ഷാമം അതിരൂക്ഷമായത്. വരും ദിവസങ്ങളിൽ വിപണി കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നാണ് വ്യാപാരികൾ നൽകുന്ന സൂചന. വരവ് കുറഞ്ഞതോടെ ജില്ലയിൽ മാട്ടിറച്ചി വില വർദ്ധിച്ചു. റീറ്റെയിൽ വിപണിയിൽ 1 കിലോ മാട്ടിറച്ചിക്ക് 500 രൂപയാണ് നിരക്ക്. ഹോൾസെയിൽ വിപണിയിൽ 450 രൂപയായി. കഴിഞ്ഞ ഒരു മാസമായി സംസ്ഥാനത്തേക്ക് മാടുകളുടെ വരവ് നിലച്ചതാണ് ക്ഷാമം നേരിടാൻ ഇടയാക്കുന്നത്. കച്ചവടം വൻതോതിൽ കുറഞ്ഞു. പല കടകളും അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് നീങ്ങുന്നുവെന്ന് വ്യാപാരികൾ പറഞ്ഞു. കേരളത്തിൽ മാടുകളുടെ ഉൽപ്പാദനം കുറവായതിനാൽ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒറീസ എന്നിവിടങ്ങളിൽ നിന്നാണ് ജില്ലയിലേക്ക് മാടുകളെ എത്തിച്ചിരുന്നത്. എന്നാൽ അയൽ സംസ്ഥാനങ്ങളിൽ സാഹചര്യം കഠിനമാണ്. ചെക്ക് പോസ്റ്റുകളിലെ ഔദ്യോഗിക പരിശോധനകളെക്കാൾ വ്യാപാരികളെ ഭയപ്പെടുത്തുന്നത് വിജനമായ വഴികളിൽ വെച്ചുണ്ടാകുന്ന അതിക്രമങ്ങളാണ്. മാടുകളുമായി വരുന്ന വാഹനങ്ങൾ വിജനമായ റോഡുകളിൽ തടഞ്ഞ് വണ്ടികൾ നശിപ്പിക്കുക, ജീവനക്കാരെ തടയുന്നതും പതിവാണ്. ഒരു വാഹനം പിടിക്കപ്പെട്ടാൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വ്യാപാരികൾക്കുണ്ടാകുന്നു. ജീവനും സ്വത്തിനും ഭീഷണിയുള്ള സാഹചര്യത്തിൽ കടുത്ത ഭയം മൂലം ലോഡുകൾ എടുക്കാൻ ആരും തയ്യാറാകുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. അപകടങ്ങൾ പതിവായ നടത്തറ സെന്ററിൽ അടിപ്പാത വേണമെന്ന ആവശ്യവുമായി ജനകീയ സമിതി പ്രവർത്തകർ രംഗത്ത്. നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നതും ഏറെ വാഹനത്തിരക്കുള്ളതുമായ നടത്തറ സെന്ററിൽ മനോരമ റോഡിലൂടെ കുട്ടനല്ലൂർ ഭാഗത്തേക്ക് അടിപ്പാത നിർമ്മിക്കണമെന്നാണ് ജനകീയ സമിതിയുടെ ആവശ്യം. ഇവിടെ അടിപ്പാത നിർമ്മിച്ചാൽ നടത്തറ സിഗ്നൽ ജംഗ്ഷനിലെ വാഹനത്തിരക്കും അപകട നിരക്കും കുറയ്ക്കാൻ സാധിക്കും. നിലവിലെ രീതിയിൽ പാലം പണിതാൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ നടത്തറ ശാസ്ത്രി നഗർ കോളേജ് റോഡ് നിവാസികൾക്ക് നേരിടേണ്ടി വരും. നടത്തറ ജനകീയ കൂട്ടായ്മ ഇതിനെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകും. ജനകീയ സമിതി ഭാരവാഹികളായ അരുൺ പി വർഗീസ്, അമൽ ജെയിംസ്, അനീഷ് ആന്റണി വരിക്കാശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ആവശ്യമുന്നയിച്ചത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ അംഗീകാരം വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന്. ഭക്ഷ്യസുരക്ഷാ നിലവാര അതോറിറ്റി നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് ക്യാന്റീൻ നടത്തുന്ന റെയിൽവേ സ്റ്റേഷനുകൾക്കാണ് ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ ബഹുമതി നൽകുന്നത്. 2027 ജനുവരി വരെയാണ് കാലാവധി. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ തുടർന്ന് പാലിക്കുന്നുണ്ടെന്നും പരിശോധനയിൽ ബോധ്യപ്പെട്ടാൽ കാലാവധി നീട്ടി നൽകും. മംഗലം സ്വദേശി കൃഷ്ണപ്രസാദാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ ക്യാന്റീൻ ലൈസൻസി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഒല്ലൂർ പോലീസ് പുത്തൂർ കല്ലുംകുന്നിൽ നടത്തിയ പരിശോധനയിൽ MDMAയുമായി കഞ്ചാവുമായി 2 പേർ പിടിയിലായി. പുത്തൂർ കല്ലുംകുന്ന് സ്വദേശി തോപ്പിൽ വീട്ടിൽ അഭിജിത്ത്, അയ്യന്തോൾ സ്വദേശി ചുള്ളിപ്പറമ്പിൽ അഭിഷേക് എന്നിവർ 17.72 ഗ്രാം MDMA, 18.48 ഗ്രാം കഞ്ചാവും 1 ലക്ഷം രൂപയുമായി പിടിയിലായി. ഇടവേള.
Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വാർത്തകൾ തുടരുന്നു. ലോകകപ്പ് വിളംബര റാലി. തോപ്പ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോകകപ്പ് വിളംബര റാലിയും കുട്ടികൾ അണിനിരന്ന ബ്രസീൽ അർജന്റീന പ്രതീകാത്മക ഫൈനൽ മത്സരവും നടന്നു. അർജന്റീന 1-0 വിജയിച്ചു. വിജയികളായ ടീമിന് ലോകകപ്പിന്റെ മാതൃക ട്രോഫി സമ്മാനിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ജോഫി PJ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രധാന അധ്യാപകൻ ജോവൽ വി ജോസഫ് അധ്യക്ഷത വഹിച്ചു. FIFA 2026 ലോകകപ്പിന്റെ മാതൃക സ്കൂൾ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ അലോഷ്യസ് സെബാസ്റ്റ്യൻ കൈമാറി. ഫസ്റ്റ് അസിസ്റ്റന്റ് റെജി ജോസഫ്, അധ്യാപകരായ ലിൻറ്റോ NV, വിഷ്ണു വിജയൻ, റീബ മേരി, ഓഫീസ് സ്റ്റാഫ് ജീന മാത്യു, വിദ്യാർത്ഥികളായ ആകാശ് മുരളീധരൻ, അജ്മൽ N എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ സെന്റ് തോമസ് കോളേജ് HSSൽ ഫുട്ബോൾ ലോകകപ്പിന്റെ 6 അടി ഉയരമുള്ള മാതൃക നിർമ്മിച്ചു. ചിത്രകലാധ്യാപകനായ മെജിസൺ തോമസ് ലോറൻസ് ആണ് തെർമോക്കോളും പ്ലാസ്റ്റർ ഓഫ് പാരീസും ഉപയോഗിച്ച് കപ്പിന്റെ മാതൃക നിർമ്മിച്ചിരിക്കുന്നത്. ഡോർ തുറന്നിട്ട് അപകടകരമായ രീതിയിൽ സർവീസ് നടത്തിയ നിരവധി ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. തൃശൂർ നഗരത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ പ്രത്യേക പരിശോധനയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ഉൾപ്പെടെ 45ഓളം ബസ്സുകൾ പിടികൂടി. ഓരോ ബസ്സിനും 2000 രൂപ വീതം പിഴ ഈടാക്കി. തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സ്കൂളുകൾ തുറന്ന സാഹചര്യത്തിൽ സ്വകാര്യ ബസ്സുകളിൽ തിരക്ക് കൂടുന്നുണ്ടെന്നും ഈ സാഹചര്യങ്ങളിൽ യാത്രാവേളയിൽ ഡോർ അടയ്ക്കാതെ സർവീസ് നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും വാഹനത്തിന്റെ ഡ്രൈവറും കണ്ടക്ടറും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അമിത വേഗം ഒഴിവാക്കണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഫ്രൂട്ട്സ് കടയിൽ തീപിടുത്തം. പുലർച്ചെ 12:30 ഓട്ടുപാറ ഗ്രാൻഡ് ഫ്രൂട്ട്സ് കടയിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണം. 40,000 രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഗ്രേഡ് ഫയർ സ്റ്റേഷൻ ഓഫീസർ സജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ മുകേഷ്, സജിത്, ഗോപകുമാർ, വിജീഷ്, അമൽ വർഗീസ്, മുഹമ്മദ് മുസ്തഫ, ഷഫീഖ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു.
പൂങ്കുന്നത്ത് വീട്ടുവളപ്പിൽ മുഴുവൻ മലമ്പാമ്പുകൾ. പിടികൂടിയത് 16 എണ്ണത്തെ, 2 എണ്ണം ചാടിപ്പോയി. പൂങ്കുന്നം സീതാറാം മിൽ ലൈനിൽ ശ്രീകൃഷ്ണ നിലയത്തിൽ കാർത്തികിന്റെ വീട്ടിൽ നിന്നാണ് മലമ്പാമ്പിന്റെ കുഞ്ഞുങ്ങളെ പിടികൂടിയത്. കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിലാണ് ഇത്രയധികം പാമ്പുകളെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാവിലെ കാർത്തികിന്റെ സഹോദരനാണ് തോടിനോട് ചേർന്നുള്ള വീടിന് സമീപത്ത് 2 പാമ്പിൻ കുട്ടികളെ കണ്ടത്. അപ്പോൾ വലിയ കാര്യമായി എടുത്തില്ല. വൈകിട്ടോടെ പല ഭാഗങ്ങളിലായി പാമ്പിൻ കുട്ടികളെ കണ്ടു. ഏകദേശം 50 സെന്റിമീറ്ററോളം വരുന്ന പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടി. നേരത്തെ 6 എണ്ണത്തെ കൂടി പിടികൂടിയെങ്കിലും 2 എണ്ണം തോട്ടിലേക്ക് ചാടിപ്പോയി. ഇന്ന് രാവിലെ വീണ്ടും 10 എണ്ണത്തെ പിടികൂടി. പെരിങ്ങാവ് ഭാഗത്ത് നിന്ന് പുഴയ്ക്കൽ ഭാഗത്തേക്ക് പോകുന്ന തോടിന് സമീപമാണ് കാർത്തികിന്റെ വീട്. അജീഷ്, മനു, ടൈസൺ എന്നിവരാണ് പാമ്പുകളെ പിടികൂടി വനം വകുപ്പിന് കൈമാറാൻ കൊണ്ടുപോയത്. ഇനിയും പാമ്പുകൾ ഉണ്ടാകുമെന്ന ഭയത്തിലാണ് വീട്ടുകാർ. വീടിനോട് ചേർന്നുള്ള മതിൽ പൊളിച്ച് പരിശോധന നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് വീട്ടുകാർ. ഏതാനും ദിവസം മുൻപ് രാംനഗറിൽ മദാസ് എന്നയാളുടെ വീടിന്റെ ഗേറ്റിൽ നിന്ന് വലിയ മലമ്പാമ്പിനെ പിടികൂടിയിരുന്നു. മറ്റൊരു വീട്ടിലും പാമ്പിനെ ഏതാനും ദിവസം മുൻപ് പിടികൂടിയിരുന്നു. അടാട്ടിൽ തെരുവുനായരഹിത പദ്ധതിക്ക് കരുത്തേകി ഡോഗ് ഷെൽട്ടർ ഉദ്ഘാടനം ചെയ്തു. അടാട്ട് പഞ്ചായത്ത് കാവൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന തെരുവുനായരഹിത പദ്ധതിയുടെ ഭാഗമായി അടാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന നായ്ക്കുഞ്ഞുങ്ങളെ താൽക്കാലികമായി പാർപ്പിക്കാൻ നിർമ്മിച്ച ഡോഗ് ഷെൽട്ടർ ഷെഡിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ നാടക നടൻ ഗോപാലൻ അടാട്ട് നിർവഹിച്ചു. പുഴയ്ക്കൽ റിവർ ടൂറിസം വില്ലേജിൽ പ്രവർത്തിക്കുന്ന ബാരിസ്റ്റർ ക്ലബ്ബാണ് ഷെൽട്ടർ സ്പോൺസർ ചെയ്തത്. അടാട്ട് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന നായ്ക്കുഞ്ഞുങ്ങളെ താൽക്കാലികമായി സംരക്ഷിച്ച് വളർത്താൻ താൽപര്യമുള്ളവർക്ക് കൈമാറും. പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സമഗ്ര തെരുവുനായ നിയന്ത്രണ പദ്ധതിയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് നിലവിൽ കാവൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. തെരുവുനായ്ക്കളുടെ എണ്ണം മാനുഷികവും പ്രായോഗികവുമായ രീതിയിൽ നിയന്ത്രിക്കാൻ ഈ സംരംഭം സഹായകരമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ഷെൽട്ടർ ഉദ്ഘാടന ചടങ്ങിൽ അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിലക്കര, ബാരിസ്റ്റർ ക്ലബ്ബ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത്, അഡ്വക്കേറ്റ് മൗനീഷ്, അഡ്വക്കേറ്റ് ജനീഷ് ജോസ്, പഞ്ചായത്ത് അംഗങ്ങളായ ടി.ഡി. വിൽസൺ, രത്നവല്ലി സത്യൻ, എസ്.ഡി. രാജീവ്, സോഫി സുനിൽ, അജിത കൃഷ്ണൻ, ജിനോ ജേക്കബ്, എം.എസ്. സദാശിവൻ, പി.ജെ. സണ്ണി എന്നിവരും കാവൽ കൂട്ടായ്മ പ്രസിഡന്റ് സിനോയ് അടാട്ട് ഉൾപ്പെടെ നിരവധി പേരും പങ്കെടുത്തു. തെരുവുനായ പ്രശ്നത്തിന് ദീർഘകാല പരിഹാരം കണ്ടെത്താൻ ജനകീയ മാതൃകയായി ഈ പദ്ധതി മാറുമെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ റെക്കോർഡ് ഇടിവിലേക്ക് സ്വർണ്ണവില. 22 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് 195 രൂപ ഇടിഞ്ഞു. 1 പവൻ സ്വർണത്തിന് 1500 രൂപ കുറഞ്ഞു. 22 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് 13,350 രൂപയും പവന് 1,06,800 രൂപയുമായിരുന്നു ഇന്നത്തെ വില. ഇന്നലെ വൈകിട്ട് വീണ്ടും വില കുറഞ്ഞ് 1,08,360 രൂപയിലേക്ക് എത്തിയിരുന്നു. വെറും 2 ദിവസത്തിനുള്ളിൽ പവന് 4,720 രൂപ കുറഞ്ഞിരിക്കുകയാണ്. മാള പോലീസ് സ്റ്റേഷനിലെ SHO ആർ രാജേഷിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. കൊല്ലം സ്വദേശിയായ രാജേഷ് 2 ദിവസമായി അവധിയിലായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കാണ് ക്വാർട്ടേഴ്സിലെത്തിയത്. ഇന്ന് രാവിലെ ക്വാർട്ടേഴ്സ് തുറക്കാത്തതിനെ തുടർന്ന് പരിശോധിച്ചപ്പോൾ മുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ബുധനാഴ്ച ഉച്ചയ്ക്ക് ക്വാർട്ടേഴ്സ് സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ രാജേഷിനെ കണ്ടിരുന്നു. തെക്കുംകര പഞ്ചായത്തിൽ ഷിഗല്ല, ഡെങ്കിപ്പനി, എലിപ്പനി, നിപ എന്നിവയ്ക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് EN ശശി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. തെക്കുംകര പഞ്ചായത്തിനകത്ത് സ്ക്വാഡ് പ്രവർത്തനം ശക്തിപ്പെടുത്താനും വാർഡ് തലത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവ് സ്വാഗതവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിമോൾ നന്ദിയും അറിയിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VG ജയസൂര്യ, ഗ്രാമപഞ്ചായത്ത് അംഗം ചന്ദ്രശേഖരൻ എന്നിവരും സംസാരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോട്ടിക് ഹണ്ടിന്റെ ഭാഗമായി 35ഓളം ബസ്സുകൾ പരിശോധിച്ചു. മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാഷണൽ ഹൈവേയിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന 35ഓളം ബസ്സുകൾ തൃശൂർ സിറ്റി പോലീസ് പരിശോധിച്ചു. ഡോഗ് സ്ക്വാഡ്, ഡാൻസ് ഓഫ് സ്ക്വാഡ്, ലോക്കൽ പോലീസ് എന്നിവർ സംയുക്തമായാണ് പരിശോധന നടത്തിയത്. കാലത്ത് 5 മണി മുതൽ പരിശോധന 3 മണിക്കൂറോളം നീണ്ടുനിന്നു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R. ദേശ്മുഖ് IPSന്റെ നിർദ്ദേശത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ M. ശശിധരന്റെ നേതൃത്വത്തിലാണ് പരിശോധനയിൽ ഡാൻസ് സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ വിജിത്, മണ്ണുത്തി ഇൻസ്പെക്ടർ CV ബിജു എന്നിവരും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. ഒരിടവേള കൂടി. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ.
മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. സർവീസ് റോഡ് ഇടിഞ്ഞു. അപകടം വിളിച്ചു വരുത്തി ദേശീയപാത അതോറിറ്റിയുടെ അശാസ്ത്രീയ നിർമ്മാണം. ചുവന്ന മണ്ണ് പത്താങ്കല ധർമ്മോദയം ചാരിറ്റബിൾ ആശുപത്രിയുടെ മുൻവശത്ത് സർവീസ് റോഡ് ഇടിഞ്ഞ് കാനയിലേക്ക് വീണ ഭാഗത്താണ് അശാസ്ത്രീയ നിർമ്മാണം. മേഖലയിൽ 200 മീറ്ററോളം നീളത്തിൽ സർവീസ് റോഡ് ഇടിഞ്ഞ് 10 അടി താഴ്ചയിലെ കാനയിലേക്ക് വീണു. പ്രദേശത്തുണ്ടായിരുന്ന യു ടേൺ ദേശീയപാതയിൽ അടച്ചതോടെ നാട്ടുകാർ ഉപയോഗിക്കുന്ന പ്രധാന സർവീസ് റോഡാണിത്. റോഡിന്റെ അപകടാവസ്ഥയെപ്പറ്റി നാട്ടുകാർ പരാതി പറയുകയും പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തപ്പോൾ പുനർനിർമ്മിക്കാമെന്ന് കമ്പനി ഉറപ്പു നൽകി. മേൽപ്പാലങ്ങളുടെ വശങ്ങളിൽ സ്ഥാപിക്കുന്ന കോൺക്രീറ്റ് ഗർഡറുകൾ സ്ഥലത്തെച്ചിട്ട് കാനയിൽ ഇറക്കിവെച്ച് റോഡിന്റെ ഉപരിതലം മുതൽ കാന വരെ ടാറിന്റെ വേസ്റ്റ് ഉപയോഗിച്ച് നികത്തി. ഇതിന്റെ വശങ്ങൾ ഇടിഞ്ഞു പോകാതിരിക്കാൻ സിമന്റ് ചാക്കുകളിൽ മണൽ നിറച്ചുവച്ചു. ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള ഏത് വാഹനം ഇതിലേക്ക് കയറിയാലും ഇടിഞ്ഞു കാനയിലേക്ക് വീഴാനാണ് സാധ്യത. ശക്തമായ മഴ പെയ്താലും ഇതുതന്നെയാണ് അവസ്ഥ. നിലവിൽ ദേശീയപാത മുറിച്ചു കടക്കാനും സർവീസ് റോഡ് ഉപയോഗിക്കാനും പറ്റാത്ത സ്ഥിതിയിലാണ് നാട്ടുകാർ. കുടിവെള്ള പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നു. പട്ടിക്കാട് കരിപ്പക്കുന്ന് മുട്ടിപ്പാലത്തിനു സമീപം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈനിൽ വൻ ചോർച്ച. തൃശൂർ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന 700 mm പൈപ്പ് ലൈനിൽ ചോർച്ച ഉണ്ടായിരിക്കുന്നു. പ്രതിദിനം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി പോകുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി പൈപ്പ് പൊട്ടിയിട്ട്. കല്ലായിച്ചിറ തോടിന് കുറുകെയാണ് ഈ പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്. മഴ ശക്തമായി അടിക്കടി വെള്ളമുയർന്നാൽ പൈപ്പ് പൂർണ്ണമായി മുങ്ങും. അതിനുശേഷം അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കില്ല. തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന മലിനജലം പൈപ്പ് ലൈനിൽ കലരാനും സാധ്യതയുണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. വാട്ടർ അതോറിറ്റി പൂർണ്ണമായും ശുദ്ധീകരിച്ച ശേഷം കുടിവെള്ള ആവശ്യങ്ങൾക്ക് നൽകുന്ന വെള്ളം മലിനമായതിനു ശേഷമാണ് തൃശൂരിലെ സംഭരണ ടാങ്കിൽ എത്തിച്ചേരുക. നാട്ടുകാർ വിവരം അറിയിച്ചിട്ടും അധികൃതർ സ്ഥലത്തെത്തി ചോർച്ച അടയ്ക്കാൻ ശ്രമിച്ചില്ല എന്ന ആരോപണമുണ്ട്. കാലപ്പഴക്കം കൊണ്ടാണ് പൈപ്പ് പൊട്ടിയത്. എല്ലാ വർഷത്തിലും സ്ഥിരമായി പൈപ്പ് പൊട്ടുന്ന മേഖലയാണിത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ പാക്കേജ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ സ്വകാര്യ ബസ് സമരമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. കേരള കാർഷിക സർവകലാശാല ഓണച്ചന്ത 2026 പച്ചക്കറി കൃഷിക്കായുള്ള മഴമറയുടെ ഉദ്ഘാടനം കണ്ണാറയിൽ നടന്നു. ദേശീയ പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് അഭിമാന നേട്ടം. 7 മെഡലുകളുമായി തിളങ്ങി യുവതാരങ്ങൾ. ഗോവധ നിരോധനവും നിയന്ത്രണങ്ങളും കർശനമാക്കിയതോടെ തൃശൂരിലെ വിപണിയിൽ ബീഫ് ക്ഷാമം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.